ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഹോം മെയ്ഡ് പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. ഈ പിസ്സയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചീസ്, പിസ്സ സോസ്, അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒറിഗാനോ, ഇത് മൂന്നും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി വെക്കണം. അതിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന മാവ് ശരിയായി കിട്ടില്ല. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ഈസ്റ്റ് അല്ല, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതായത് പൊടിഞ്ഞിട്ടുള്ള ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പോൾ പിസ്സയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. സാധാരണ പിസ്സയിൽ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു തുണിയോ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വെയിറ്റുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പിസ്സയിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾ, ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പിസ്സയിലേക്ക് വേണ്ട പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി, അതായത് കുറച്ച് ഇടിച്ച മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 3 കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സയിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളാണ് തക്കാളി, അതുപോലെ തന്നെ സവാള, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ. ഇനി പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഇത് ഒറിഗാനോ നമ്മളുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പനിക്കൂർക്ക എന്നാണ് ഇതിന് പറയുന്നത്. പനിക്കൂർക്ക ഞാൻ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പിസ്സയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് സാധാരണ പിസ്സയിൽ ഉപയോഗിക്കുന്ന ഒറിഗാനോ. ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കരുത്. ഇനി പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനാണ് ഉപയോഗിക്കുന്നത്. ഈ പാനിൽ കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഞാൻ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന മാവ് ഇതിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 2.5-3 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ മാവ് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയാണുള്ളതെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. കൈ ഉപയോഗിച്ച് ഇങ്ങനെ മാവ് പരത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്സ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞിരിക്കുന്നത് വേറെ ഒന്നിനല്ല, ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സോസ് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ചീസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചീസ് തന്നെയാണ് ഞാൻ ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള ചിക്കൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചക്കറി, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം പിസയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒറിഗാനോ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്രഷ്ഡ് ചില്ലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതായത് പൊടിച്ചിട്ടുണ്ടായിരുന്ന മുളക്, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിസയിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ്, കൂടിക്കഴിഞ്ഞാൽ അരമണിക്കൂർ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മീഡിയം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഈ പാനിൻ്റെ അടിയിലൊരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടാണ് പിസ്സ വേവിച്ചെടുക്കേണ്ടത്. ഞാൻ അടിയിൽ വെക്കുന്ന പാത്രം ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പിസ്സ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റ് അതിലേറെയാണ്. അപ്പോൾ ഇതിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ പിസ്സ ആയതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.